ആർട്ട് ആൻഡ് ട്രാവൽ വ്ലോഗിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്ന ഒരു ഫാമിലി പോർട്രേറ്റാണ്. ഒരു പോർട്രേറ്റ് ചെയ്യുമ്പോൾ പ്രധാനമായിട്ടും നമ്മൾ ശ്രദ്ധിക്കേണ്ടത് അതിൻ്റെ സ്കെച്ചാണ്. പോർട്രേറ്റ് മാത്രമല്ല, എല്ലാ പെയിൻറ്റിങ്ങിലും സ്കെച്ച് വളരെ പ്രധാനമാണ്. നമുക്ക് ലൈറ്റ് വാഷിൽ നിന്ന് തുടങ്ങാം. നമ്മൾ അല്പം ഓറഞ്ചും ബെൻസീനയും വെച്ചിട്ട് ലൈറ്റ് വാഷ് ചെയ്ത് അത് കഴിഞ്ഞ് അടുത്ത കുറച്ച് ബെൻസീന് കൂടുതലിട്ട് അതിൻ്റെ ഷെയ്ഡും കാര്യങ്ങളും ഒക്കെ വെച്ചിട്ട് പതുക്കെ നമ്മളിപ്പോൾ ഹെയറിലോട്ട് കടന്നിരിക്കുകയാണ്. ഹെയറിൽ ഞാൻ ഉപയോഗിച്ചിരിക്കുന്ന മൂന്ന് കളറുകളാണ്. ഒന്ന് ബെൻസീനെ കുറച്ച് വെച്ചിട്ടുണ്ട്, പിന്നെ പ്രഷ്യൻ ബ്ലൂ ഉണ്ട്, പൈൻസ് ഗ്രേ ഉണ്ട്. ഞാൻ ബ്ലാക്ക് ഡയറക്റ്റ് വെക്കുന്നില്ല. ബ്ലാക്കിന് പകരം ഞാൻ മിക്കയിടത്തും ഡെപ്ത് കിട്ടാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന അല്ലെങ്കിൽ ബ്ലാക്കിനോട് സാമ്യമുള്ള ഒരു കളറായിട്ട് ഉപയോഗിക്കുന്നത് പൈൻസ് ഗ്രേ ആണ്. പൈൻസ് ഗ്രേയിൽ അത്യാവശ്യം നല്ലൊരു ഫീല് കിട്ടുന്നൊരു കളർ കൂടിയാണ്. ഹെയർ ചെയ്യുമ്പോൾ നിങ്ങൾ ഒന്നോ രണ്ടോ കളറുകൾ മിക്സ് ചെയ്ത് ഉപയോഗിക്കുമ്പോൾ അവിടെ ഒരു പ്രത്യേക ഫീല് കിട്ടും. നിങ്ങൾക്ക് ലൈറ്റ് ഷെയ്ഡ് വേണ്ടടുത്ത് ലൈറ്റ് ഇടുക, ഡാർക്ക് വേണ്ടടുത്ത് കുറച്ച് ഡെപ്ത് കൂട്ടി കൊടുക്കാം. നമുക്ക് ഹെയറിൻ്റെ ഫൈൻ ട്യൂണിങ് ഒക്കെ അവസാനം നമുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ലൈറ്റ് ഷെയ്ഡ് കിടക്കുന്നത് നല്ലതാണ്. അവിടെ ചെറുതായിട്ടുള്ള ഡീറ്റെയിലിംഗ് വർക്കുകൾ ചെയ്യുമ്പോൾ അത് കുറച്ചുകൂടി നല്ല ക്ലാരിറ്റി കിട്ടും. നമുക്കിനി പതുക്കെ ഡ്രസ്സിലിങ്ങിലോട്ട് പോവാം. ഏറ്റവും കൂടുതൽ ഡെപ്തുള്ള സ്ഥലങ്ങളിൽ കൂടുതൽ കളറിട്ട് ഡെപ്ത് വെക്കുക. അത് ഡയറക്റ്റ് നമുക്ക് വെക്കാം. അത് കഴിഞ്ഞിട്ട് നനഞ്ഞ ബ്രഷിന് പതിയെ നമുക്ക് വാഷ് ചെയ്ത് കൊടുക്കാം. അവിടെ ലൈറ്റ് ഷെയ്ഡ് വരുന്ന സ്ഥലങ്ങളാണ്. എപ്പോഴും വാട്ടർ കളറിൽ ലൈറ്റ് ഷെയ്ഡ് അല്ലെങ്കിൽ ലൈറ്റ് ഡയറക്റ്റ് അടിക്കുന്ന സ്ഥലങ്ങളിൽ നമ്മൾ പേപ്പർ വൈറ്റ് തന്നെയാണ് യൂസ് ചെയ്യുന്നത്. അല്ലെങ്കിൽ ആ കളറിൻ്റെ ഡെപ്ത് കുറഞ്ഞിട്ടുള്ള ലൈറ്റ് ആയിട്ടുള്ള കളറാണ് യൂസ് ചെയ്യുന്നത്. നമ്മൾ പെയിൻറ്റിങ് തുടങ്ങിയത് ആദ്യം ഫേസിൽ നിന്നാണ്. അത് കഴിഞ്ഞാൽ നമ്മൾ ഹെയർ ചെയ്തു, ഇച്ചിരി ഡെപ്തുള്ള കളറുകളായിരുന്നു. അത് കഴിഞ്ഞ് നമ്മൾ പോയത് ഡ്രസ്സിലോട്ടാണ്. അങ്ങനെ നമ്മൾ ഓരോ പോർഷൻ 1 by 1 ആയിട്ട് സിസ്റ്റമാറ്റിക്കലി ചെയ്താണ് പോകുന്നത്. കാര്യം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏത് ഏരിയയാണ് നമ്മൾ ആദ്യം ചെയ്തത് അതൊന്ന് ഡ്രൈ ആകാനായിട്ട് വിടണം. ആ സമയത്ത് നമുക്ക് അടുത്ത പോർഷൻ ചെയ്യാം. ഈ സമയം നമ്മുടെ കൈ മുട്ടിയിട്ടോ അല്ലെങ്കിൽ കൈ തട്ടിയിട്ടോ കയ്യിലുള്ള വാട്ടർ വീണിട്ടോ ഒന്നും ഒരിക്കലും കളർ സ്പ്രെഡ് ആകാനൊന്നും പാടില്ല. പോർട്രേറ്റ് ചെയ്യുമ്പോൾ നമ്മൾ ആ ഒരു കൃത്യതയോടുകൂടി വേണം ചെയ്യാനായിട്ട്. അതോടുകൂടി തന്നെ ഫേസിലെ കളർ ഉണങ്ങിയിട്ടുണ്ടെങ്കിൽ നമ്മൾ ഹെയർ വെക്കുമ്പോൾ ഹെയറിലെ ആ ബ്ലാക്ക് കളർ ഒരിക്കലും ഫേസിലോട്ട് പടരില്ല. അതുപോലെ തന്നെ ഡ്രസ്സിൻ്റെ കളറുകളും ഫേസിലോട്ടോ മറ്റു വശങ്ങളിലോട്ടോ പടരാൻ ചാൻസ് ഇല്ല. അതുകൊണ്ടാണ് നമ്മൾ ചെയ്യുന്ന വശങ്ങൾ ഉണങ്ങിയതിന് ശേഷം മാത്രം നമ്മൾ വീണ്ടും അവിടെ വാഷ് ചെയ്യുക. ഒരിക്കലും നമ്മൾ ഉണങ്ങാതെ അടുത്ത സ്ഥലങ്ങളിൽ പെയിൻറ്റ് വെക്കുമ്പോൾ ഇത് ബ്ലെൻഡ് ആകാനുള്ള ചാൻസ് കൂടുതലാണ്. ഞാൻ ഏകദേശം 8 മണിക്കൂറിൽ കൂടുതൽ എടുത്തിട്ടാണ് ഈ പെയിൻറ്റിങ് ചെയ്തിരിക്കുന്നത്. 4 മിനിറ്റ് ഉള്ള ഒരു വീഡിയോ ചെയ്യുന്നത് നമ്മൾ ടൈം ലാപ്സ് ഇട്ടിട്ടാണ്. അതുകൊണ്ട് നിങ്ങൾക്ക് അതിൻ്റെ ഒരു സമയം നോക്കുമ്പോൾ ഇത് പെട്ടെന്ന് ചെയ്ത ഒരു പെയിൻറ്റിംഗ് ആയിട്ട് തോന്നാം. പക്ഷെ അങ്ങനെയല്ല. ഒരുപാട് സമയം എടുത്തിട്ട് ചെയ്താൽ മാത്രമേ നമുക്ക് ഒരു പെർഫെക്ഷൻ ആയിട്ടുള്ള ഒരു വർക്ക് ചെയ്യാൻ പറ്റുകയുള്ളൂ. വാട്ടർ കളറിൻ്റെ മാത്രമല്ല, എല്ലാ പെയിൻറ്റിങ്ങിൻ്റെയും അങ്ങനെയാണ്. അപ്പോൾ ആ ലെയർ ബൈ ലെയർ നിങ്ങൾ വെക്കുന്നത് എത്രമാത്രം കൃത്യതയോട് വെക്കുന്നോ അത്രമാത്രം കളറുകളുടെ ബ്ലെൻഡിങ്ങും ട്രാൻസ്പെറൻസിയും വാട്ടർ കളറിൽ നമുക്ക് അറിയുവാൻ പറ്റും. അത് പെയിൻറ്റിങ്ങിൻ്റെ ബ്യൂട്ടി ഒന്നുകൂടി കൂട്ടുകയാണ്. ഫൈൻ ടൂൺ വർക്കുകൾ ഇനി ചെയ്യാനുണ്ട് ഫേസിലും ഡ്രസ്സിലൊക്കെ. അതൊക്കെ മുമ്പ് നമുക്ക് ബാക്ക്ഗ്രൗണ്ട് വെക്കാം. ബാക്ക്ഗ്രൗണ്ടിൽ ഞാൻ യൂസ് ചെയ്തിരിക്കുന്ന ക്യാമലിൻ്റെ ഫോട്ടോ കളറാണ്. ഇത് ലൈറ്റ് ബ്ലൂ ആണ്. ക്യാമലിൻ്റെ ഫോട്ടോ കളറിലുള്ള ലൈറ്റ് ബ്ലൂ എന്ന് പറഞ്ഞ ഒരു സിയാൻ കളർ പോലെയാണ്. നമ്മളത് നേരെ തിരിച്ച് വാട്ടർ കളറിലോട്ട് വരുമ്പോൾ ലൈറ്റ് ബ്ലൂ നമുക്കറിയാമല്ലോ, ബ്ലൂ കളറാണ്. ഇതാണ് പല ബ്രാൻഡുകളും പല സ്റ്റൈലിലുള്ള മെറ്റീരിയലുകളും തമ്മിലുള്ള വ്യത്യാസം. ശരിക്കും ഒരു പടത്തിൻ്റെ ഭംഗി എന്ന് പറയുന്നത് അതിന് നമ്മൾ കൊടുക്കുന്ന ആ ബാക്ക്ഗ്രൗണ്ട് കളറിന് വളരെ ഇമ്പോർട്ടൻസ് ഉണ്ട്. ബാക്ക്ഗ്രൗണ്ട് വർക്കുകളൊക്കെ കഴിഞ്ഞ് നമ്മൾ മുടിയിലെയും കണ്ണിൻ്റെയൊക്കെ ഡീറ്റെയിലിംഗ് ഒക്കെ ചെയ്ത് ലാസ്റ്റ് കണ്ണിന് കുറച്ചുകൂടി ഡെപ്ത് കൊടുത്തു കഴിഞ്ഞിട്ട് ചെറിയ 2 വൈറ്റ് ഡോട്ട് കൊടുക്കും. അത് കണ്ണിൻ്റെ അട്രാക്ഷൻ കൂട്ടും. എന്ന് വെച്ച് കഴിഞ്ഞാൽ കണ്ണിലോട്ട് എപ്പോഴും ഒരു റിഫ്ലക്ഷൻ ഉണ്ടാവും ലൈറ്റിൻ്റെ. അതാണ് നമ്മൾ ആ വൈറ്റ് ഡോട്ടിൽ നമ്മൾ കാണിക്കുന്നത്. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, നമ്മളെ സപ്പോർട്ട് ചെയ്യുക. ഇനിയും ഇതുപോലുള്ള പെയിൻറ്റിങ് വീഡിയോയും ചെറിയ ടിപ്പുകളുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരെയും എല്ലാവർക്കും ഗുഡ് ബൈ.